ബീഫിന്റെ വില കുതിച്ചു കയറി എന്നുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ, അവിടേക്കുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കണ്ണുകൊണ്ടായിരിക്കും കാണുക. കേരളത്തെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കേരള സ്റ്റോറി എന്ന വിവാദ സിനിമയുടെ 2ാം ഭാഗം പുറത്തിറങ്ങുന്നു. അതിൻ്റെ ട്രെയിലർ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങി. കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്ന കാരണത്തിൻ്റെ പേരിലും, പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന കാരണത്തിൻ്റെ പേരിലൊക്കെ വിവാദമായ സിനിമയാണ് കേരള സ്റ്റോറി. ഈ സിനിമ സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ മാത്രമല്ല തെറ്റായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, കേരള സമൂഹത്തെ മുഴുവൻ ഈ സിനിമ തെറ്റായിട്ട് കാണിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതോടുകൂടി തന്നെ കേരളത്തിൽ UDF-ഉം LDF-ഉം ഒറ്റക്കെട്ടായിട്ട് സിനിമയെ അപലപിക്കുകയാണ്. സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടും, അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭീകരരെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ് ഇത്. അതുപോലെ കേരളം ലവ് ജിഹാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇത് എന്നതിൻ്റെ പേരിലാണ് ഇരു മുന്നണികളും ഈ സിനിമയെ അപലപിക്കുന്നത്. വർഗീയ മുൻവിധിയോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഈ സിനിമ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കേരളത്തിലെ ജനവിഭാഗങ്ങളെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സിനിമയെപ്പറ്റി അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ 1ാം ഭാഗം എത്രത്തോളം വെറുപ്പോടുകൂടിയാണോ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചത്, അതിനേക്കാൾ വർദ്ധിതമായ വെറുപ്പോടുകൂടി തന്നെ ഇതിൻ്റെ 2ാം ഭാഗവും തിരസ്കരിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുപോലെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഈ സിനിമയെപ്പറ്റി അഭിപ്രായപ്പെട്ടത്, ഒരു മനുഷ്യൻ്റെ ആഹാരം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ സിനിമ. അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്ന ആൾക്കാരെല്ലാം 2ാം കിട പൗരന്മാരും അവരൊക്കെ രാജ്യവിരുദ്ധരാണെന്നും, അതുപോലെ തന്നെ പശുവിനെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ രാജ്യസ്നേഹികളാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമയിലൂടെ അതിൻ്റെ നിർമ്മാതാക്കൾ നടത്തുന്നത് എന്നാണ് KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടത്. അതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വിവാദത്തോട് പ്രതികരിച്ചത്, ഇലക്ഷൻ അടുത്ത സമയത്ത് കേരളം നേരിടുന്ന കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള LDF-ൻ്റെ ഒരു തന്ത്രമായിട്ടാണ്. അതുപോലെ അദ്ദേഹം ഈ വിഷയത്തിൽ UDF LDF-ന് കുഴലൂതുകയാണെന്നും കളിയാക്കിയുണ്ടായി. ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തിലെ പകൽ വെളിച്ചം പോലെ യാഥാർത്ഥ്യമായ ഒരു സംഭവമാണെന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതുപോലെ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള ഖാലിദ് മാഷൽ ഓൺലൈനിലൂടെ കേരളത്തിലെ ചില ആളുകളെ അഭിസംബോധന ചെയ്തതിനെതിരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല എന്ന് ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. കാര്യം എന്ത് തന്നെയാണെങ്കിലും ശരി, ഈ സിനിമയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊങ്കാല തളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ആ ട്രെയിലറിൽ കാണിച്ച ഒരു സീനുണ്ട്. അതായത് ക്യാപ്റ്റിവിറ്റിയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് ബീഫ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ കാലുകൊണ്ട് ബീഫ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവർ പറയുന്നു, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ബീഫ് കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ സീനിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെയുള്ള ട്രോളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോയിൽ കുറച്ച് സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് പരസ്യമായിട്ട് അവർ ബീഫ് കഴിച്ച് കാണിക്കുന്നു. ബീഫ് കഴിക്കുന്ന കേരളത്തിലൊരു നിഷിദ്ധമായ കാര്യമോ വിലക്കോ ടാബുവോ ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു AI ജനറേറ്റഡ് വീഡിയോയിൽ ഈ സിനിമയിലെ നടീനടന്മാർ ഈ സിനിമയുടെ നിർമ്മാതാക്കളെ കളിയാക്കുന്നു. ബീഫ് കഴിച്ച സ്ത്രീയും അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച പീഡകനും ഒരുമിച്ചിരുന്ന് ബീഫ് കഴിക്കുന്ന ഒരു വീഡിയോയും ഇറങ്ങി. മറ്റൊരു സ്ത്രീ വളരെ ഗൗരവമായിട്ടിരുന്നുകൊണ്ട് ബീഫ് കഴിച്ചുകൊണ്ട് തന്നെ ഈ ട്രോള് TV വീക്ഷിക്കുന്നു. അതുപോലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, അതായത് ഇതിൻ്റെ ട്രോൾ ഇറങ്ങിയതിന് ശേഷം ബീഫിൻ്റെ വില കുതിച്ചു കയറി എന്നുള്ളതാണ്. മറ്റൊരു ട്രോളിൽ ഒരാൾ പറയുന്നത്, ബീഫ് കഴിക്കാത്തതിൻ്റെ കാരണം ബീഫ് മാത്രമായിട്ട് കേരളത്തിൽ ആരും കഴിക്കത്തില്ല, ബീഫിൻ്റെ കൂടെ പൊറോട്ടയും കൂടെ കൊടുക്കണം, അതാണ് അതിൻ്റെ കോംബോ, അങ്ങനെ കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇങ്ങനെ പല രീതിയിലാണ് ഇതിനെതിരെയുള്ള ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയ്ക്ക് ഈ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടും എന്നുള്ള ട്രോളുകളും ഉണ്ട്. അതുപോലെ ചില മലയാള സിനിമകൾ, ഗോദ, പ്രേമം, ഹൃദയം തുടങ്ങിയ സിനിമകളിൽ നായകന്മാർ ബീഫ് കഴിക്കുന്ന സീനുകളും ട്രോളുകളായിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്കിപ്പോൾ അത് അൺഫൗണ്ടഡ് എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇങ്ങനെ ഒരാളെ കൊണ്ട് ബീഫ് നിർബന്ധിപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നതായിട്ട് ആരും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കൊച്ചുങ്ങളെയൊക്കെ അച്ഛനോ അമ്മയോ ഒക്കെ ചിലപ്പം ബീഫ് കഴിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചിട്ടുണ്ടാകും മാതാപിതാക്കൾ. അല്ലാതെ ഇങ്ങനൊരു സംഭവം കേരളത്തിലെ ഹിന്ദുത്വ സംഘടനകളുടെ സഹയാത്രികരായിട്ടുള്ള ആൾക്കാർക്ക് പോലും നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പറയാവുന്നതേ ഉള്ളൂ, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ കേരളത്തിൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് അവർക്ക് ബന്ധമില്ലാത്തവരാണ്. അവർക്ക് കേരളത്തിൻ്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം എങ്ങനെയാണ് ഈ സിനിമയിലൊരു സീനായത് എന്ന് ഞാൻ ചിന്തിച്ചു. എത്ര ചിന്തിച്ചണക്കെയും ആ സീൻ എഴുതി ഉണ്ടാക്കിയ ആളിൻ്റെ മനോവികാരം എന്താണെന്ന് പിടികിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു
എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേരണയായത് 2023 പുറത്തിറങ്ങിയ അലി അക്ബറിൻ്റെ ഒരു മലയാള സിനിമയുണ്ട്. 1921 പുഴ മുതൽ പുഴ വരെ എന്നാണ് ആ സിനിമയുടെ പേര്. അത് 1921 മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചൊരു സിനിമയാണ്. ആ സിനിമയിൽ ഇത്തരത്തിലൊരു സീൻ ഞാൻ കണ്ടു. ചിലപ്പോൾ ആ സീൻ ആയിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും പ്രേരണയായി മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ സിനിമ സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ മാത്രമല്ല തെറ്റായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, കേരള സമൂഹത്തെ മുഴുവൻ ഈ സിനിമ തെറ്റായിട്ട് കാണിക്കുകയാണ്. ഈ സിനിമ 2026 ഫെബ്രുവരി 27 റിലീസാവുന്നത്. എന്നാൽ ഈ സിനിമയ്ക്കെതിരെ ഒരു ഹർജി കേരള ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ പേര് മാറ്റണം, ഈ സിനിമയിലെ കേരളം എന്നുള്ള പേര് മാറ്റണം, അതുപോലെ ഈ സിനിമയിലെ വിവാദ പരാമർശങ്ങൾ ഇല്ലാതാക്കണം, ഇത് കേരളത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന പേരിലാണ് ഈ ഹർജി എത്തിയിട്ടുള്ളത്. പരാതിക്കാരൻ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ശ്രീദേവ് നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാളാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം പ്രധാനമായിട്ടും കേസ് കൊടുത്തിരിക്കുന്നത് ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെയും അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡിനെതിരെയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പിൻവലിക്കണം. ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് 1952 സിനിമാറ്റോഗ്രാഫിക് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഒന്നും പാലിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഏതായാലും 24 ചൊവ്വാഴ്ച ഈ പരാതി കേരള ഹൈക്കോടതി പരിഗണിക്കും. അതുപോലെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള കാമാഖ്യ നാരായൺ സിംഗ് പ്രതികരിച്ചത്, ഈ സിനിമ കേരളത്തിനെതിരെയുള്ളൊരു സിനിമയല്ല, ഈ സിനിമ കേരള സ്പെസിഫിക് ആയിട്ടുള്ള അല്ല, ഇത് കേരളത്തിലെ ലവ് ജിഹാദോ അല്ലെങ്കിൽ കേരളത്തിലെ നിർബന്ധിത മതപരിവർത്തനമോ ഒന്നുമല്ല ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്രമേയം. ഈ സിനിമ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന ഇത്തരം പ്രവണതകളെയൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ പേര് കേരള സ്റ്റോറി എന്നാണ്. ഈ പറഞ്ഞ കാമാഖ്യ സിംഗിന് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സിനിമയെങ്കിൽ ഈ സിനിമയ്ക്ക് അദ്ദേഹം എന്തിനാണ് കേരള എന്ന് പേര് കൊടുത്തത്? ഈ കേരള എന്ന് പേര് കൊടുക്കുന്നതിലൂടെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലയിലും കൈവരിച്ചിട്ടുള്ള വളരെ വലിയ പുരോഗതി, ഇന്ത്യയിലെ ഇത്രയും കൂടുതൽ സാമൂഹ്യമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ പുരോഗതി ഉണ്ടാക്കിയൊരു സംസ്ഥാനം വേറെയില്ല. ആ സംസ്ഥാനത്തെ മൊത്തം സ്ഥലങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ വളർത്തുക, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതുകൊണ്ട് സംഭവിക്കുന്നത്, കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ, അത് ഏത് മതത്തിൽപ്പെട്ടവരെയാണെങ്കിലും അവിടേക്കുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കണ്ണുകൊണ്ടായിരിക്കും കാണുക. നമ്മുടെ നാടിനെ പറ്റിയിട്ട് അത്തരത്തിലുള്ള മുൻവിധിയോടുകൂടിയും പ്രജുഡിസോടും കൂടിയൊക്കെ ആയിരിക്കും അവർ നമ്മളെ കാണുക. അങ്ങനെയുള്ള വലിയൊരു ദോഷം അത് ഈ നാടിന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ പേര് മാറ്റും, കേരള ഹൈക്കോടതി ഇതിൻ്റെ പേര് മാറ്റും, ഇതിനകത്ത് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ മാറ്റും. കാരണം നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ കേട്ടുകേഴ്വി പോലുമില്ല, കേരളത്തിലെ ഒരു മനുഷ്യൻ്റെയും വിദൂര ഭാവനയിൽ പോലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് 100% കള്ളത്തരമാണ്, അസംബന്ധമാണ്. അത് കേരളത്തിനെ മോശമായിട്ടും കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെ.